ഞാൻ എന്തായാലും ശ്രീ ഗോപാലകൃഷ്ണൻ്റെ ഭാഷ അദ്ദേഹം ഉപയോഗിച്ച പദമൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഏത് ഭാഷ പ്രയോഗിക്കണം എന്നുള്ളത്. അതിനകത്ത് എനിക്ക് അഭിപ്രായമേ ഇല്ല. എനിക്ക് സംസാരിക്കാനുള്ളത് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെക്കുറിച്ചാണ്. ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗം ഒരു പ്രധാനമന്ത്രി വളച്ചൊടിക്കുകയാണ്. ഒരു മുഖ്യ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ വളരെ കൃത്യമായി ജാതി സെൻസസ് നടത്തും, സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തുമെന്നതിനെ വീട്ടിൽ കയറി മാല പൊട്ടിക്കാൻ പോകുന്നു. നിങ്ങളുടെ സ്വത്തുക്കളെടുത്ത് വീതം വെച്ച് പിന്നെ ജനസംഖ്യ കൂടുതലുള്ള വിഭാഗത്തിന് ധ്വനിയാണ്. ജനസംഖ്യ കൂടുതലുള്ള വിഭാഗം എന്ന് ഇവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന മതന്യൂനപക്ഷങ്ങളെയാണ്. അങ്ങനെയുള്ളവർക്ക് പ്രധാനമന്ത്രി പറയുന്നു ലിജു, മുമ്പ് മൻമോഹൻ സിംഗ് പറഞ്ഞതാണ് ഈ രാജ്യത്തെ സ്വത്തുകൾ മുസ്ലിങ്ങൾ കൊടുക്കണം. അതിന് തുടർച്ചയിലാണ് ഇവിടെ പറയുന്നത്. ഈ സ്വത്ത് പിടിച്ചെടുത്ത് ആർക്കാണ് കൊടുക്കുന്ന ചോദ്യം ഉണ്ടാകുന്നു. എന്നിട്ട് മോഡി തന്നെ മറുപടി പറയുന്നു അത് മക്കൾ കൂടുതലുള്ള ആൾക്കാരാണ്. ധ്വനിയൊന്നുമല്ല, നേർക്കുനേർ പറയുകയാണ്. അതായത് ഒന്ന് രണ്ടാണ് പ്രശ്നം. ഒന്ന് അദ്ദേഹം പച്ച നുണ പറയുന്നു, ദുർവ്യാഖ്യാനം ചെയ്യുന്നു. മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് നുണ പറഞ്ഞാലും കൈയടിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു അടിമക്കൂട്ടമാണ് ഈ സമൂഹമെന്നാണ്. പണ്ട് ഈ ഹിറ്റ്ലറും മുസോളിനിയുമൊക്കെ അങ്ങനെ കരുതിയ ആളുകളായിരുന്നു. അവർ ജർമ്മനിയെയും പിന്നെ ഇറ്റലിയും ഒക്കെ ഇത്തരത്തിലാണ് അടക്കി ഭരിച്ചിരുന്നത്. പച്ച നുണകൾ പ്രചരിപ്പിക്കുക, ജൂതന്മാർക്കെതിരെ നുണ പ്രചരിപ്പിക്കുക, മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നുണ പ്രചരിപ്പിക്കുക, എന്നിട്ട് അവർക്കെതിരെ എന്ത് പച്ചക്കള്ളവും പറയുക, എന്നിട്ട് അവരെ ആക്രമിപ്പിക്കുക, തെരഞ്ഞെടുപ്പുകൾ ജയിക്കുക. അപ്പോൾ ഇതൊരു ഫാസിസ്റ്റുകളുടെ പൊതു സ്വഭാവമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് എന്ത് നുണയും പറയുന്നൊരു കാര്യം. പക്ഷേ ഇത് ഇന്ത്യൻ ജനത അത്രമാത്രം വിഡ്ഢികളല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം തന്നെ കാശ്മീർ ഈ ഒരു ചർച്ചയിൽ ഈ വിഷയം ചർച്ച ചെയ്തു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കേരളീയ സമൂഹത്തിന് നരേന്ദ്രമോദിയെക്കുറിച്ച് വളരെ കൃത്യമായൊരു പിക്ചർ കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെ ആരെങ്കിലും ഇങ്ങനെ പറയൂ, സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തുമെന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി താലിമാല പഠിച്ച് പറിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ വൈൽഡ് ഡ്രീംസിൽ പോലും അല്ലെങ്കിൽ വന്യമായ സ്വപ്നങ്ങളിൽ പോലും ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി ഒരു വ്യക്തി തരം താഴുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കുകയില്ല. അതിനെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതെന്താ, പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ചുള്ള മതന്യൂനപക്ഷങ്ങളെ രണ്ടാം പൗരന്മാരായി കണക്കാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെന്താ തെറ്റ് ശ്രീ ഗോപാലകൃഷ്ണൻ? അതല്ലേ സത്യം? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സിറ്റിസൺഷിപ്പിൻ്റെ മാനദണ്ഡം മതമായി മാറുകയാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ സിറ്റിസൺഷിപ്പിൻ്റെ മാനദണ്ഡം മതമായി മാറുമ്പോൾ ഭാവിയിൽ ഭാവിയിൽ ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ ഇപ്പോൾ തന്നെ നമുക്ക് പ്രായോഗിക തലത്തിൽ അത് കാണാൻ സാധിക്കും. ന്യൂനപക്ഷ സമൂഹത്തെ രണ്ടാം കിട പൗരന്മാരായി ഈ ഗവൺമെൻറ് കാണുന്നത് വിവിധ കാഴ്ചകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വിവിധ ഗുജറാത്തിലെ കാഴ്ചകളിൽ, മണിപ്പൂരിലെ കാഴ്ചകളിൽ, അങ്ങനെ പിന്നെ കർണാടകത്തിലെ ന്യൂനപക്ഷങ്ങളുടെ സംവരണം എടുത്തു മാറ്റിയ വിഷയത്തിൽ, അങ്ങനെ വിവിധ തലത്തിൽ മതന്യൂനപക്ഷങ്ങളെ രണ്ടാം കിട പൗരന്മാരെ കാണുന്ന കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ അതും ഇതും തമ്മിലാണോ താരതമ്യം ചെയ്യുന്നത്? എന്തെങ്കിലും താരതമ്യം ഇക്കാര്യത്തിലുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഇത്തരം, അതായത് സമചിത്തത വിട്ട് പച്ച നുണകളിൽ കുപ്രചരണങ്ങളിൽ ഊന്നുന്ന ഈ പ്രചരണത്തെ അദ്ദേഹത്തെ കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ കാരണമാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യൻ ജനത കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഈ നുണകളെ മനസ്സിലാക്കി അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതികരണം ഇന്ത്യൻ ജനതയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രണ്ട്, എനിക്ക് ശ്രീ അനിൽകുമാർ പിണറായി വിജയൻ്റെ പ്രസംഗങ്ങളെ ശ്രീ അനിൽകുമാർ പിണറായി വിജയൻ്റെ പ്രസംഗങ്ങളെ തുടർച്ചയായി ന്യായീകരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ള അനിൽകുമാർ, നിങ്ങളുടെ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിന് അല്ലെ കോൺഗ്രസിനെ എതിർക്കാം, അതിനെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെ പറഞ്ഞില്ല എന്ന് വരുത്തേണ്ടതുണ്ടോ? ഇന്ത്യൻ പാർലമെൻറ്റിൽ പിന്നെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിയ ശ്രീ ശശി തരൂരിനെ പോലുള്ള കോൺഗ്രസ് എം പിമാരിവിടെ നിൽക്കുകയാണ്. അത്യുജ്വലമായി ഡിഫെൻഡ് ചെയ്ത, ആശയപരമായി ഏറ്റവും ശക്തമായി എതിർത്ത കോൺഗ്രസ് എം പിമാരും കോൺഗ്രസ് പ്രസ്ഥാനം ഇവിടെ നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇന്ത്യയുടെ പിന്നെ മൗലികാവകാശങ്ങളെ, എല്ലാ തരത്തിലുള്ള മൗലികാവകാശം, മതസ്വാതന്ത്ര്യവും ഉൾപ്പെടുന്ന എല്ലാ മൗലികാവകാശങ്ങളെയും പൗരത്വത്തെയും ഒക്കെ ബാധിക്കുന്ന നിയമങ്ങളെ സമ്പൂർണ്ണമായി റദ്ദു ചെയ്യുമെന്നും അത് വളരെ കൃത്യമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പറയുമ്പോഴും അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ന്യൂനപക്ഷ സമൂഹത്തിൽ ഭീതി പടർത്താൻ ശ്രമിക്കുന്നത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി മാത്രം കാണാൻ സാധിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJPക്കെതിരെ സംസാരിക്കണ്ടേ? എന്താ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാത്തത്? നരേന്ദ്രമോദി ചെയ്ത കലാപങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, കലാപങ്ങളിലുള്ള നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ആ ഗവൺമെൻറ് ഇൻവോൾവ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ നിഷ്കൃത്യത്തെക്കുറിച്ച് സംസാരിക്കാത്തത് എന്താണ്? അതൊന്നും സംസാരിക്കുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേവലം തെരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറത്ത്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറത്ത് രാഹുൽ ഗാന്ധി എന്ന നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ എതിരാളിയെ ഇകഴ്ത്തി കാണിക്കുക,
രാജ്യവ്യാപകമായി എടുത്തി കാണിക്കുക. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ എങ്ങനെയെങ്കിലും BJP ഉപയോഗപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുക. അതുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധിയുടെ നോമിനേഷൻ സമയത്ത് പിന്നെ അങ്ങ് തന്നെ പറയുകയാണ് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞ തവണ. എന്നിട്ട് ആ വിഷയം ഉയർത്തുകയാണ്. പിണറായി വിജയൻ തന്നെ പറയുക കൊടി എവിടെ ചോദിക്കുക. BJP-ക്കാരെക്കാൾ ആവശ്യത്തിൽ ചോദിക്കുക. കോൺഗ്രസിൻ്റെ കൊടിക്കൊപ്പം ലീഗിൻ്റെ കൊടി കണ്ടില്ലല്ലോ, കോൺഗ്രസിൻ്റെ കൊടി കണ്ടില്ലല്ലോ. അപ്പോൾ അത് ആരെ സഹായിക്കാൻ വേണ്ടിയാണ്? ഇന്ത്യ സഖ്യത്തിലെ അംഗമായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൊടിയെക്കുറിച്ച് പരാമർശിച്ചാൽ അത് നാഷണൽ മീഡിയയിൽ ചർച്ചയാവില്ല നിങ്ങൾ കരുതുന്നുണ്ടോ? BJP ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ പിണറായി ആരുടെ ആളാണ്? നിങ്ങൾക്ക് പ്രത്യുപകാരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റുമോ? ലൈഫാണെങ്കിലും ലാവലിനാണെങ്കിലും എല്ലാം രാഷ്ട്രീയമായിട്ട്